ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്കിയാസ് വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് ചേമ്പ് നടാൻ പോവുക. എൻ്റെ ചേമ്പ് നടുന്നത് ഞാൻ നിലത്തല്ല. നിലത്താകുമ്പോൾ നമുക്ക് ഏണ്ടി പെരിച്ചായി പന്നിനൊക്കെ പേടിക്കണമല്ലോ. ഇപ്പോൾ നല്ല ശ്രദ്ധ വേണം. അതുകൊണ്ട് ഞാൻ സിമൻറ്റ് ചാക്കിലാണ് നടുന്നത്. കുറച്ച് വലുതെടുത്തിട്ടുണ്ട്. കപ്പ നടും പോലെയുള്ള വലുതൊന്നും വേണ്ട, ഇതൊരു ചെറുതാണ്. എൻ്റെ സിമൻറ്റ് ചാക്കിൻ്റെ അടിഭാഗം ഹോൾസ് ഉണ്ടാക്കി രണ്ട് ഭാഗവും കെട്ടി ഇങ്ങനെ മറിച്ചിട്ടതായിരുന്നു. സിമൻറ്റ് ചാക്ക് ഇത് ഞാൻ നടുന്നത് കാണിച്ചു തരാം. ഇതൊക്കെ ഞാനിങ്ങനെ ചാക്കിൽ നട്ടതാണ്, ഇതൊന്നും നിലത്തല്ല. ഇതിനകത്ത് അതാ കായ വരെ പിടിച്ചു വലുതായി വരുന്നുണ്ട്. ഒരു മാസം ആവുന്നേ ഉള്ളൂ. ഇതാ വേറെ ഒന്ന് കുക്കുമ്പറൊക്കെ ഉണ്ടായത് കണ്ടോ, കുക്കുമ്പറൊക്കെ ഉണ്ടായി. ഇതെല്ലാം ചാക്കിലാണ്. കരിയില മണ്ണൊക്കെ ഇട്ട് നനച്ചു കൊടുക്കുന്നതാണ്. ഞാൻ അതുപോലെ തന്നെയാണ് ചേമ്പും നടാൻ പോകുന്നത്. ഫസ്റ്റിൽ നമ്മൾ ചാക്കിൽ കരിയിലിടുക. കരിയിലിടുമ്പോൾ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണം. കരിയിലങ്ങിട്ട് നിറച്ചാൽ ഇവിടെ മണ്ണ് കുറവാണ്. മണ്ണ് കുറവായത് കൊണ്ട് കുറേ അധികം കരിയിലങ്ങിട്ടിട്ട് നിറക്കുക. ഇതിനിടക്ക് മണ്ണിട്ട് കൊടുത്താൽ ആ കരിയിലും പിന്നെ മണ്ണായി മാറും. ഇങ്ങനെ നല്ലോണം അമർത്തണം. ഞാൻ ചാക്ക് മറിച്ചിട്ടത് കൊണ്ട് ഇനി ഞാൻ കുറച്ച് മണ്ണിടട്ടെ. മണ്ണിൽ നിറയെ ഓരോ ചെടികളൊക്കെ പറിച്ചിട്ട് വന്ന് ഇനി ലെവൽ ചെയ്യും. നടുന്നതിൻ്റെ മുമ്പ് തന്നെ കുറേ അധികം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ ഇത് വളരാൻ മണ്ണൊക്കെ വേണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ കുറേ അധികം അങ്ങ് ഇടുക. കുറച്ച് വെണ്ണീരിടുന്നുണ്ട്. വെണ്ണീരൊക്കെ ഇട്ടാൽ വെണ്ണീര് നല്ല വളമാണല്ലോ. പിന്നെ നനയ്ക്കും കൂടി ചെയ്താൽ സൂപ്പറായിട്ട് ചെയ്യുമ്പോണ്ടാവും. ഒക്കെ വെണ്ണീരെല്ലാം കൊണ്ടുപോയിട്ട് വെക്കുന്നതാണ് അവിടെ നറുക്കാൻ വേണ്ടിയിട്ട്. എല്ലാട്ടും അങ്ങ് നറുക്കട്ടെ. ഇപ്പം നറച്ചെങ്കിലേ ഉള്ളൂ, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വീണ്ടും കരിയില്ല. ഇനി ഞാൻ കുറച്ച് മണ്ണ് ഇടട്ടെ. ഈ ചേമ്പാ ഞാൻ നടാൻ പോകുന്നത്. ഇതിനിവിടെ പാൽച്ചേമ്പ് എന്നാ പറയുക. ചില സ്ഥലങ്ങളിൽ പിരാത്തി ചേമ്പ് എന്നൊക്കെ പറയും. ഇത്രയും വലുത് ഞാൻ നടുന്നില്ല. നടുങ്ങനെ കട്ട് ചെയ്യും. ഇത് ഞാനിവിടുത്തെ വിളവെടുത്തതാണ്. കുറച്ചൊക്കെ പെരിച്ചായൊക്കെ തിന്നുപോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ചാക്കിലാക്കുന്നത്. ഇത്രയാണ് നടുന്നത്. ഇത് ഞാൻ വേറെ ഒരു ചാക്കിൽ നടും. ഇന്നിപ്പോൾ ഇതാ നടുന്നത്. ചേമ്പേ വെക്കുമ്പോൾ കുറച്ചൊരു മണ്ണ് വേണം. ഞാൻ ചേമ്പ് വെക്കും. ചേമ്പ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം കരിയിലയൊക്കെ കിട്ടും. ഇതെങ്ങനാലും ഉണ്ടാവും. എവിടെ കൊണ്ടുപോയിട്ടാലും ചേമ്പ് വേണം. നല്ല ടേസ്റ്റുള്ള ചേമ്പാ. ചേമ്പ് തിന്നുന്നത് നല്ല ഔഷധ ഗുണമുള്ള ഒരു കിഴങ്ങ് വർഗ്ഗ. നല്ല ടേസ്റ്റും കൂടിയാ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇതിന് പ്രത്യേക സമയമൊന്നുമില്ല. ഏത് സമയത്തും നടാം. നമുക്ക് നനച്ചു കൊടുക്കാനുള്ള സൗകര്യം വേണം. അതുപോലെ തന്നെ വെയിലും കിട്ടണം. ഒരു കൊല്ലൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ 6 മാസം ആകുമ്പോഴത്തേക്കും ചേമ്പാണ്.
എല്ലാം കൂടെ ഒന്ന് അമർത്തട്ടെ. ചേമ്പ് അവിടെ നിൽക്കാൻ നമ്മൾ എങ്ങനെ അമർത്തി ഇടുന്നോ ഒക്കെ പിന്നെ മണ്ണായി മാറും. ഇതൊക്കെ നല്ലൊരു വളാണല്ലോ. പിന്നെ മണ്ണിട്ടിട്ട് അങ്ങ് മൂടും. ഇത്രേ ഉള്ളൂ. ചേമ്പ് നടൽ കഴിഞ്ഞു. നമ്മൾ വിചാരിച്ച നമുക്ക് എന്തും നടാം. ഞാൻ എത്രയോ ചേമ്പ്, കപ്പ, മധുരക്കിഴങ്ങ്, ചീര എല്ലാം ചാക്കിലാണ് നട്ടത്. എൻ്റെ മുറ്റം ചാക്കിൽ ഓരോ ചെടികൾ കൊണ്ട് നിറഞ്ഞിക്കും. എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ.